നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വളരെ ശ്രദ്ധേയമായ ഒത്തിരി വാർത്തകളാൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരിടത്ത് സർക്കാർ രൂപീകരണവുമായി NDA, മറുഭാഗത്ത് സർക്കാർ രൂപീകരിക്കുവാൻ തങ്ങൾക്കാവില്ല, എന്നാൽ ശക്തമായ പ്രതിപക്ഷം ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഊർജ്ജസ്വലതയോടെ ശക്തമായ ഒരു പ്രതിപക്ഷം ആയിരിക്കുവാനും അവസരം വരുമ്പോൾ ഉചിതമായി പെരുമാറുവാനും സജ്ജമായി നിൽക്കാൻ ഇന്ത്യ സഖ്യവും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് മുന്നണികളുടെയും യോഗങ്ങൾ ഇന്നലെ വൈകുന്നേരം നടന്നു. ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സംഗതികളാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് കേരളത്തിലെ സാഹചര്യം. കേരളത്തിൽ LDF മുന്നണിക്ക് ഏറ്റ കനത്ത പരാജയം, അത് ശക്തമായ ഭരണവിരുദ്ധ തരംഗം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ഇടതുപക്ഷം ഏകദേശം അംഗീകരിച്ച മട്ടാണ്. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങൾ ഉണ്ട് താൻ. ജനങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത്, KSRTCയിലെ പ്രശ്നം, ആഭ്യന്തര വകുപ്പ് പോലീസ് പലപ്പോഴും യാതൊരു ഔചിത്യവുമില്ലാതെ ഒരു നിയന്ത്രണവുമില്ലാതെ പെരുമാറുന്ന നിരവധി സംഭവങ്ങൾ, ഇതൊക്കെ ജനജീവിതത്തിൽ കാതലായ ഉലച്ചിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ മറുഭാഗത്ത് LDF സർക്കാർ ചെയ്ത നന്മകൾ നമ്മുടെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഉപരിതല ഗതാഗതം, ഇതേപോലെയുള്ള മേഖലകളിൽ, വ്യവസായ മേഖല, ഇവിടെയൊക്കെ LDF കൊണ്ടുവന്ന നേട്ടങ്ങൾ വേണ്ടവിധം ജനങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല. മാധ്യമങ്ങൾ എല്ലായ്പ്പോഴും LDFന് എതിരായിരുന്നു. കേന്ദ്രത്തിലും ഭരണവിരുദ്ധ വികാരം, കേരളത്തിലും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ മാധ്യമങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനൊപ്പമായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ വിലക്കെടുത്താണ് മോദി പ്രചരണം ചെയ്തത്. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മോദിയുടെ ചെരുപ്പ് നക്കുന്ന നിലപാടിലേക്ക്, തലത്തിലേക്ക് തരം താഴ്ന്ന ഒരവസ്ഥയിലാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഭരണപക്ഷത്തിൻ്റെ എല്ലാ കോട്ടങ്ങളും കുറവുകളും അത് ഊതിപ്പെരിപ്പിച്ച് പലപ്പോഴും പെരും നുണകളായി തന്നെ അവർ ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചു. കോട്ടങ്ങളും കുറവുകളും പുറത്തു കൊണ്ടുവരിക എന്നത് മാധ്യമധർമ്മമാണ്. എന്നാൽ അതിലുപരി ഊഹാപോഹങ്ങളും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളും ഉന്നയിക്കുക എന്നത് ദിവസം തോറും തുടർന്നു വന്ന മാധ്യമങ്ങളുടെ ഒരു ദിനചര്യയായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ സർക്കാർ ചെയ്ത എല്ലാ സംഗതികളും നല്ലതാണ് എന്നല്ല പറഞ്ഞ് സ്ഥാപിക്കുന്നത്. പക്ഷേ സർക്കാർ ചെയ്ത ആപേക്ഷികമായി നല്ല കാര്യങ്ങളും എന്നാൽ ജനവിരുദ്ധമായ കാര്യങ്ങളും പരസ്പരം താരതമ്യം ചെയ്ത് ഒരു വിലയിരുത്തൽ നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എല്ലായ്പ്പോഴും സർക്കാരിൻ്റെ കോട്ടങ്ങൾ, അത് ആ കോട്ടങ്ങൾ സംഭവിക്കുമ്പോഴും അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വസ്തുതാപരമായി വിശകലനം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അത് ജനങ്ങളിൽ എത്തിക്കുവാൻ ഇടതുപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇടതുപക്ഷം ഭരണപക്ഷമാകുമ്പോൾ അനുവർത്തിച്ചു വരേണ്ടുന്ന ചില സംഗതികളുണ്ട്. അത് അവർ എന്താണ് അവർക്ക് പറ്റിയ തെറ്റ് എന്ന് പഠിക്കും എന്നാണ് LDF പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും എല്ലായ്പ്പോഴും ചെയ്യേണ്ട മാധ്യമങ്ങളെയും നിലവിലുള്ള സംവിധാനങ്ങളെയും ആശ്രയിക്കാതെ ജനകീയമായി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് മുന്നണി സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനയുണ്ട്, യുവജന സംഘടനയുണ്ട്. ഇതൊക്കെ കരുത്തുറ്റ സംഘടനകളാണ്. ഈ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുകയും സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും സർക്കാരിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ജനങ്ങളിൽ നിന്ന് പാർട്ടിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ സംഘടനയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് ഈ മുന്നണി സംഘടനകളുടെ പ്രധാന കർത്തവ്യമാണ്. അതൊക്കെ എവിധം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. പാർലമെന്ററി, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി ജനാധിപത്യം എന്നത് അവർ വ്യവസ്ഥിതിക്കെതിരെ നടത്തുന്ന സമരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തന്നെ തളച്ചിടപ്പെടാതെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്
പാർലമെന്റിന് പുറത്ത് അല്ലെങ്കിൽ നിയമസഭ, ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയ്ക്ക് പുറത്ത് ശക്തമായ ബഹുജന സമരങ്ങൾ സൃഷ്ടിക്കുവാൻ കേന്ദ്രം അനുവർത്തിച്ചു വന്ന നിരവധി ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും മതേതര വിരുദ്ധവുമായ കാഴ്ചപ്പാടുകളെ തുറന്നു കാട്ടി അതിനെതിരെ ശക്തമായ ഒരു ബഹുജന സമരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കുക എന്ന കർത്തവ്യം എത്തരത്തിൽ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നും ഇടതുപക്ഷം ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതാണ്. കേരളത്തിൽ താമര വിരിഞ്ഞു എന്നതിൽ ആഹ്ലാദിക്കുന്ന പലരും ഉണ്ടാവാം. പക്ഷെ ഓർക്കുക, ഈ 10 വർഷത്തിനുള്ളിൽ ഇപ്പോൾ മാത്രമാണ് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റി. ആ ചെളിയിൽ വിടരുന്ന താമരയെ കേരളത്തിൽ വിടരാതെ തടഞ്ഞു നിർത്താൻ പറ്റി എന്നുള്ളത് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു പ്രധാന പ്രതിഫലനമാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. എപ്പോൾ 10 വർഷം ദുഷ്ടൻ പന പോലെ എന്ന രീതിയിൽ വളർന്നു വന്ന സമയത്തൊന്നും കേരളത്തിലൊന്നും ചെയ്യുവാൻ പറ്റിയില്ല. ഇപ്പോൾ BJPയുടെ അധോഗമന കാലഘട്ടത്തിൽ ഇവിടെ ഒരു MP സ്ഥാനം കിട്ടി. അതും പൂർണ്ണമായും BJPയുടെ രാഷ്ട്രീയ വോട്ടുകളല്ല, വ്യക്തിപ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് അമിതമായി ആഹ്ലാദിക്കേണ്ട കാര്യമില്ല. ശരിയാണ്, BJPയുടെ വളർച്ച കേരളത്തിൽ നമുക്ക് കുറച്ച് കാണുവാൻ കഴിയുകയില്ല. അവർ മുന്നോട്ട് കുതിക്കുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതര സംസ്ഥാനങ്ങളിലേക്കാളൊക്കെ അതിൻ്റെ വളർച്ചയെ തടഞ്ഞു നിർത്തുവാൻ, ഫാസിസത്തിൻ്റെ വളർച്ചയെ തടഞ്ഞു നിർത്തുവാൻ കേരളത്തിനായിട്ടുണ്ട്. എല്ലാ അധികാരങ്ങളും നിലനിൽക്കുമ്പോൾ സർവപ്രതാപിയായി വാഴുന്ന കാലത്തൊന്നും കേരളത്തിൽ വളരുവാനായി അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ 10 വർഷക്കാലം പിടിച്ചു നിന്നു. മോദി ഇനിയും വളരെ ഊർജ്ജസ്വലതയോടെ വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങളിൽ ചാഞ്ചാട്ടമുണ്ടാകുകയും കുറേ ആൾക്കാർ അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതും തടഞ്ഞു നിർത്തേണ്ടത് ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ നിയമസഭാ രാഷ്ട്രീയത്തിൽ മാത്രം മുഴുകിക്കൊണ്ടല്ല. ആ തിരിച്ചറിവ് ഇടതുപക്ഷത്തിനുണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നലെ സംഭവിച്ച പ്രധാന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് അവ എന്ന് പരിശോധിക്കാം. ഇന്ത്യ മുന്നണി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ പ്രതിപക്ഷമായി തുടരുവാനാണ് ഉചിതമായ സമയത്ത് ഇടപെടലുകൾ. കാരണം NDA സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മോദിയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായൊരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഗുജറാത്തിൽ 13 വർഷം മോദി ഏകഛത്രാധിപതിയായിട്ടാണ് ഭരിച്ചത്. കഴിഞ്ഞ 10 വർഷം കേന്ദ്രത്തിൽ ഭരണം നടത്തിയതും ഏകഛത്രാധിപതിയായിട്ട്, ആരും ചോദ്യം ചെയ്യാനില്ല. NDA യോഗങ്ങൾ പോലും കൂടുകയില്ല. കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും പോകും, തിരിച്ചു വരും, മുന്നണി ശിഥിലമാകും, വീണ്ടും കൂട്ടിച്ചേർക്കും. ഇതൊന്നും BJPയെ ബാധിച്ചിരുന്നില്ല. കാരണം അവർക്ക് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ വോട്ടുണ്ടായിരുന്നു, കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ അംഗസംഖ്യ ഉണ്ടായിരുന്നു പാർലമെന്റിൽ. ഇന്ന് സ്ഥിതി അതല്ല. അടിക്കടി ഉയർന്നു വന്ന് അവസാനം 303 സ്വന്തമായി എംപിമാരെ സംഘടിപ്പിച്ച BJPക്ക് ഇപ്പോൾ അത് 303 നിന്നും 240 കൂപ്പുകുത്തിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിനും ഒത്തിരി താഴെയാണ്. ഇപ്പോൾ ഒരു വശത്ത് JDUവും മറുവശത്ത് TDPയും ഉണ്ട് എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന അവസ്ഥയാണ്. നേരത്തെ ഈ പാർട്ടികളെ ഒന്നും പരിഗണിക്കേണ്ടതായിട്ടില്ല. നോട്ട് നിരോധനം വന്നപ്പോൾ, അതല്ലെങ്കിൽ GST കൊണ്ടുവന്നപ്പോൾ ഒന്നും മോദിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും വേണ്ടി വന്നിരുന്നില്ല. അപ്പോഴെല്ലാം ഏകപക്ഷീയമായി ആരോടും ആലോചിക്കാതെയാണ് തീരുമാനം. രാമക്ഷേത്രത്തിൽ പോയി പ്രതിഷ്ഠ നടത്തുന്നതും രാമക്ഷേത്രം സംബന്ധിച്ച സംഗതികളും ഏകീകൃത സിവിൽ കോഡും ഇതേപോലെയുള്ള 100 കൂട്ടം കാര്യങ്ങളിൽ ഒരു ഏകാധിപതിയെപ്പോലെ നിറഞ്ഞു നിന്നിരുന്ന മോദിക്ക് ഇനി അതിൽ നിന്ന് മാറ്റം വരുത്തുവാൻ എത്ര കണ്ട് സാധിക്കും? ഇപ്പോൾ ഈ പറയുന്ന TDPയും JDUവും മാത്രമല്ല, മറ്റ് ചെറിയ പാർട്ടികളുടെ കൂടി സഹായമുണ്ടെങ്കിൽ മാത്രമേ കേവല ഭൂരിപക്ഷത്തിന് മുകളിലെത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോഴൊക്കെ അവരുടെയൊക്കെ വിലപേശൽ രാഷ്ട്രീയം അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത്തരമൊരു സാഹചര്യത്തിൽ മോദിക്ക് അത്തരമൊരു സാഹചര്യത്തിലേക്ക് മാറാൻ കഴിയും എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ മുന്നണിയുടെ കെട്ടുറപ്പ് എത്ര കാലം തുടരും എന്നതിൽ തീർച്ചയായും സംശയങ്ങളുണ്ട്. ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. ഇതിൻ്റെ അർത്ഥം ഇന്ത്യ മുന്നണിയിൽ എല്ലാം ഭദ്രമാണ്, അവിടെ ഇതേ രീതിയിലുള്ള വിലപേശലുകളില്ല എന്നല്ല.
വിലപേശലുകൾ ഉണ്ടെങ്കിലും അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അത് ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അവരിന്ന്. ഇന്ത്യയുടെ മതേതരത്വം പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്നവർ, ഭരണഘടന നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, കോർപ്പറേറ്റ് അടിമത്തത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, നാനാവിധ ജീവിത ദുരിതങ്ങളിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനങ്ങൾ, ഇവരുടെ എല്ലാം ചോദ്യം ചെയ്യലിന് ഇന്ത്യ മുന്നണി വിധേയമാണ്. അവരുടെയൊക്കെ പിന്തുണയോടെ വന്നിരിക്കുന്നു എന്നുള്ള ഒരു കെട്ടുറപ്പ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്കും ഉള്ളത്. അവിടെയും ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൂടുതൽ ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ നല്ലത്. അവസരോചിതമായി പെരുമാറുക, അവസരം വരുമ്പോൾ വേണ്ട വിധം പെരുമാറുക, വേണ്ടത് ചെയ്യുക എന്നത് മാത്രമാണ് അവരിൽ ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. കേന്ദ്ര ഭരിക്കുന്ന BJP സർക്കാർ ഇന്ന് ഊറ്റം കൊള്ളുന്നത് മോദിയുടെ പരാജയം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആഴം 303 നിന്ന് 400 ഞങ്ങൾ 400 സീറ്റുകൾ പിടിച്ചടക്കുമെന്നൊക്കെ പറഞ്ഞ BJPക്ക് സ്വന്തം തട്ടകം BJPക്ക് 303 നിന്ന് 240 തരം താഴേണ്ടതായിട്ട് വന്നു. മൂല്യത്തകർച്ചയുണ്ടായി. അത് സ്വയം അംഗീകരിക്കുക. അത് മാത്രമാണ് വാരണാസിയിൽ 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന മോദി 1.5 ലക്ഷത്തിനോടടുത്ത വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ ജയിച്ചത്. രാഹുൽ ഗാന്ധി അതേസമയം രാഹുൽ ഗാന്ധി മത്സരിച്ച 2 സ്ഥലങ്ങളിലും 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി. സ്മൃതി ഇറാനി വളരെ ദയനീയമായി ലക്ഷങ്ങളുടെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. സോണിയാഗാന്ധി നേടിയതിലും കൂടുതൽ വോട്ട് അവിടെ നിന്ന ഒരു നിസ്സാരനായ സ്ഥാനാർത്ഥി നേടിയെടുത്തു. അതേപോലെ തന്നെയാണ് മോദിക്കും സംഭവിച്ചത്. ഒരു ജില്ലാ നേതൃത്വത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് നേതാവിനോട് 1.5 ലക്ഷത്തിൻ്റെ വോട്ടുകൾ, നേരത്തെ 3 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമുള്ളിടത്ത് 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിക്കേണ്ട ഒരു അവസ്ഥ മോദിക്കുണ്ടായി. ഇനി അയോധ്യയാണ് ഇന്ത്യയുടെ സാംസ്കാരിക കേന്ദ്രം, സാംസ്കാരിക പൈതൃകം എന്നെല്ലാം പറഞ്ഞ് മതാധിഷ്ഠിതമായൊരു രാജ്യമാക്കാൻ, നമ്മുടെ രാജ്യത്തെ അങ്ങനെ ആക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ച മോദി അയോധ്യ കേന്ദ്രീകരിച്ചായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങളും. പ്രതിഷ്ഠ സ്വയം നടത്തിയാണ് അദ്ദേഹം മത അന്ധത വളർത്തിയെടുത്തത്. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തിയത്. മതമാണ് രാഷ്ട്രീയം എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ശ്രമിച്ചത് ഒരു ഭീകരാവസ്ഥയായിരുന്നു. പക്ഷേ ആ അയോധ്യയിൽ തന്നെ അദ്ദേഹത്തിന് മറുപടി കിട്ടി. അയോധ്യ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ BJP അതിദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതെല്ലാം മോദിക്കേറ്റ കനത്ത ആഘാതങ്ങളാണ്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത്, മൂന്നാമതും ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 1962 ശേഷം ഇന്ത്യയിൽ ഇത് സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെ നേതാവ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ കൂട്ടുമുന്നണി രൂപീകരിച്ച് അധികാരത്തിൽ എത്താൻ പോകുന്നത്. പക്ഷേ 62 കോൺഗ്രസ് അതിനു മുമ്പ് 3 പ്രാവശ്യം തുടർച്ചയായ 3 അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോ പ്രാവശ്യവും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വന്നത്. അവരുടെ സീറ്റ് നിലയിൽ വർധനവാണ് ഉണ്ടായത്. മോദിയെ പോലെ ഇവിടെ നേരെ താഴേക്ക് പോവുകയല്ല ഉണ്ടായത് എന്നതും നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ തരത്തിലൊക്കെയാണ് ഇന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ. 8-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടക്കട്ടെ. എത്ര കാലം ഈ സർക്കാരിനെ മുന്നോട്ട് പോകാൻ ആവും എന്നതിലുപരി ഇനിയും ഇന്ത്യയുടെ മതേതരത്വത്തെ തൊട്ടുകളിക്കുവാൻ മോദിക്ക് കഴിയുകയില്ല. ഏകപക്ഷീയമായി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയില്ല. ഭരണഘടനയെ തോന്നുംപടി മാറ്റിയെഴുതുവാൻ തങ്ങൾക്കാവും എന്ന ഒരു അഹങ്കാരമുണ്ടായിരുന്നു 400 സീറ്റുകളൊക്കെ നേടിയാൽ എന്ന തരത്തിൽ. അതൊന്നും ഇനി ചെലവാകില്ല എന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു. എല്ലാ സംഗതികളും എല്ലാവരോടും, കൂട്ടത്തിലുള്ള ചെറു പാർട്ടികളുടെ കൂടി അംഗീകാരം വാങ്ങിക്കൊണ്ട് മാത്രം നടത്തത്തക്ക അവസ്ഥയിലേക്ക്. കാരണം ഇരുവശവും ചങ്ങലകളുമായി തന്നെ നിയന്ത്രിക്കുവാൻ സംഘടനകളുണ്ട് എന്ന ബോധത്തോടു കൂടി മാത്രമേ BJPക്ക്, മോദിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വന്നിരിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമാണ്. നമ്മുടെ രാജ്യം മതാന്ധതയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും താൽക്കാലികമായിട്ടെങ്കിലും അതിനൊരു തടയിടാൻ കഴിഞ്ഞിരിക്കുന്നു.
നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ നിലനിർത്തുന്നതിന് ആവശ്യമായൊരു സാഹചര്യം, നിലനിൽക്കുന്നതിന് ആവശ്യമായൊരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്ന ആശ്വാസത്തോടു കൂടി ഈ പുതിയ സാഹചര്യത്തെ നമുക്ക് വരവേൽക്കാം. നന്ദി, നമസ്കാരം, നല്ല ദിവസം ആശംസിക്കുന്നു.